ഓസ്ട്രേലിയയിൽ ധാരാളം തൊഴിലവസരങ്ങൾ. ടിക്കറ്റും വിസയും ഫ്രീ. വിവാഹിണിയെ കൂടെ കൊണ്ടുപോകാം, അവർക്കവിടെ ജോലി ചെയ്യാം. കഴിഞ്ഞ ദിവസം ഒരു പരസ്യം കാണാനിടയായി തീർന്ന ഈ പരസ്യത്തിൻ്റെ പിന്നിലെ അഡ്രസ്സ് ഞാൻ നോക്കിയപ്പോൾ ഈ കമ്പനി നേരത്തെ ഒരു പരസ്യം ചെയ്ത അതിനകത്ത് ചില ആളുകൾ ചെന്ന് വീണ ഒരു സാഹചര്യം എനിക്കറിയാം. അന്ന് കാനഡയായിരുന്നു. കാനഡയിൽ ധാരാളം തൊഴിലവസരങ്ങൾ പരസ്യം ചെയ്തു. എനിക്കറിയാവുന്ന ഒരാൾ അവരോട് ഒന്ന് ഫോണിൽ സംസാരിച്ചു, ചെല്ലാൻ പറഞ്ഞു. ചെന്നു. അപ്പോൾ സിവിൽ എഞ്ചിനീയറാണ്. അവിടെ ടിക്കറ്റും വിസയും ഫ്രീ ആണ്. അവിടെ താമസിക്കാനുള്ള ക്വാർട്ടേഴ്സ് കൊടുക്കും. വിസയും ടിക്കറ്റും വന്നു കഴിഞ്ഞ ശേഷം ഇവർക്ക് 1,00,000 രൂപയോളം പ്രോസസ്സിങ് ചാർജും മറ്റു കാര്യങ്ങളും കൂടെ കൊടുക്കണം. ഈ പേപ്പർ അത് നീക്കുന്നതിന് ഒരു 34,000 രൂപ അടയ്ക്കണം. വലിയ തുകയൊന്നുമല്ല. കാനഡയിൽ പല കമ്പനികളിലും ഇപ്പോൾ തൊഴിലവസരമുണ്ട് എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഈ ആൾ പോയി 34,000 രൂപ ഈ കമ്പനിയിൽ അടച്ചു. അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. വിദേശത്ത് നിന്ന് സൂമിലൂടെയായിരുന്നു ഇൻ്റർവ്യൂ. പല രാജ്യങ്ങളിൽ നിന്നൊരു 300 പേരോളം ഒരേ സമയം 300 പേരെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു ഇതായിരുന്നു. എന്താണ് പറയുന്നതെന്നോ എന്താണ് ചോദിക്കുന്നതെന്നോ പലർക്കും അറിയില്ല. ഏതായാലും അവരുടെ ഭാഗ്യത്തിനോ എന്തോ പെട്ടെന്ന് കാനഡയിൽ പ്രശ്നമുണ്ടായി. നമുക്കൊക്കെ അറിയാം. അത് കഴിഞ്ഞ് ഇവരെ വിളിക്കുമ്പോൾ അവിടെ പ്രശ്നമാണ്, ഇപ്പം പോകാൻ പറ്റില്ല എന്ന് പറയുന്നു. ഇപ്പോൾ കാനഡയിലെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മാസങ്ങളായി, വർഷമായി. പക്ഷേ ഇതുവരെയും അവരെ വിളിക്കും, പറയും ഞങ്ങൾ കമ്പനികൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇതുവരെ ശരിയായില്ല എന്ന് പറയുന്നു. പല ആളുകളും ഈ കമ്പനിയെ സംബന്ധിച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ഞാൻ എറണാകുളത്ത് ഓട്ടോറിക്ഷ ഓടിക്കുന്നപ്പോൾ ഉണ്ട്. പലരും ഈ കമ്പനിയുടെ അവിടെ അഡ്രസ്സ് ചോദിച്ച് വരികയും അല്ലെങ്കിൽ ഈ കമ്പനിയെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തു. ഇവർക്കാർക്കും ഇങ്ങനെ ജോലി കിട്ടിയതായിട്ട് അറിവില്ല. 34,000 രൂപ ഇവരുടെയൊക്കെ പോയതാണ്. കഴിഞ്ഞ ദിവസം ഞാൻ യൂട്യൂബിൽ ഒരു പെൺകുട്ടി ഈ ഓസ്ട്രേലിയയിലേക്ക് വിസയുടെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു. വിവാഹിണിയെ കൊണ്ടുപോകാം, അവർക്കവിടെ ജോലി ചെയ്യാം, സാലറിയെക്കുറിച്ചൊക്കെ പറഞ്ഞു. അവസാനം പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞ കമ്പനി ഇതാണ്. അപ്പോഴാണ് ഞാൻ ഈ കാര്യം ഓർത്തത്. ഒരു കാനഡ ട്രിപ്പ് കഴിഞ്ഞു. കുറേ ആളുകളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചു. 34,000 രൂപയല്ലേ പോയുള്ളൂ എന്ന് ആളുകൾ വിചാരിച്ചു. കാണണം. യൂട്യൂബിൽ ചില ആളുകൾ ഈ കമ്പനിയിൽ പൈസ അവരും എല്ലാവരുടെയെങ്കിലും 34,000 മേടിച്ച പോയ കാര്യം പറയുന്നത് ഞാൻ കേട്ടു. ഈ ഓസ്ട്രേലിയയിലേക്കുള്ള വേക്കൻസിയുടെ പരസ്യം വന്നു കഴിഞ്ഞപ്പോൾ അതിനടിയിൽ കമൻറ്റിൽ എൻ്റെ 34,000 പോയി ഏതാണ് തട്ടിപ്പാണിയെന്ന് പറഞ്ഞ് വേറൊരാൾ ഇട്ടിരിക്കുന്നത് ഞാൻ കണ്ടു. അങ്ങനെ പലരും ഇട്ടിരിക്കുന്നുണ്ട്. നമ്മൾ 34,000 രൂപയല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് ഒരിക്കലും ഇങ്ങനെയുള്ള ചതിയിൽ ചെന്ന് ചാടരുത്. അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ അന്വേഷിക്കുക. വെറുതെ പരസ്യം കണ്ട് ചെന്ന് ചാടരുത്.
പ്രത്യേകിച്ച് എല്ലാവരും വിദേശത്തേക്ക് പോകാൻ, പ്രത്യേകിച്ച് ഓസ്ട്രേലിയയിലൊക്കെ നല്ല അവസരമാണ് ഉള്ളതെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ അംഗീകൃത ഏജൻസിയിലൂടെ ശരിയായ മാർഗത്തിലൂടെ മാത്രമേ പോകാവുള്ളൂ. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ വെറുതെ ഇങ്ങനെയുള്ള തട്ടിപ്പുകാർക്ക് കൊടുക്കരുത്. അതുകൊണ്ട് ഈ തട്ടിപ്പുകാരിൽ നിന്ന് ഒഴിവായിരിക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ പല സംഭവങ്ങൾ എനിക്കറിയാം. ഞാൻ തുടർന്നുള്ള വീഡിയോകളിൽ അങ്ങനെ 1-2 സംഭവങ്ങളുണ്ട്. ഞങ്ങൾക്ക് നേരിട്ട് അനുഭവപ്പെട്ട ചില സംഭവങ്ങളൂടെ അടുത്ത വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും. ഇതൊന്നും സാധാരണ എല്ലാവരും ഒന്നും പുറത്ത് പറയാറില്ല. അതുകൊണ്ട് സാധാരണ ആരും അറിയാതെ പോകുന്ന സത്യങ്ങളാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ നൽകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, സാധിക്കുമെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ള ആളുകൾക്ക് ഇതുപോലെ ഒരു അബദ്ധം പറ്റാതിരിക്കാൻ ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ നാളെ നിങ്ങളെ കാണുന്നതായിരിക്കും.